അസ്സലാമു അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ. ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. ഇന്ന് ഐസുകുട്ടിക്ക് ക്ലാസ് ഉണ്ട്, ടാലൻറ്റ് എക്സാമിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സ്നാക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കറി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി വിടരുത്, നിങ്ങൾ രാവിലെ ഉണ്ടാക്കുന്ന കടികൾ അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന അപ്പങ്ങൾ കൊടുത്തു വിട്ടാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയ ദോശയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, അത് തന്നെയാണ് കേട്ടോ എനിക്ക് കൊടുത്തു വിടുന്നത്. രാജിക്ക് ഉണ്ടാക്കിയതാണ് ഇത്. റൂബിക്ക ഇന്നലെ ഉണ്ടാക്കിയാണ് കേട്ടോ പോപ്കോണ്. റൂബിക്ക ഉപ്പിലിട്ടിട്ട് ഇക്കടി റൂബിക്കന്റെ കളർ മാറിക്കണല്ലോ മുളകൊക്കെ കുടിച്ചിട്ട്. ഇതെന്ന് വാങ്ങിയതാന്ന് നിങ്ങൾ പെരിലുണ്ടാക്കിയല്ല, എന്നോ വാങ്ങിയതാണ്. എന്താ ഇന്നലെ ഉണ്ടാക്കിയ പോപ്കോണാണ് കേട്ടോ ആ പാത്രത്തിൽ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് അതങ്ങനെ കഴിച്ച് തീർത്തു. ഇന്ന് ഉച്ചക്കത്തെ കറി എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ താളിച്ച കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുമ്പളങ്ങൊക്കെ ചെത്തി കഷ്ണാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ബാക്കിയുണ്ട്, അത് എടുത്ത് വെക്കാണ് കേട്ടോ. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, അതൊന്ന് തളിച്ച് കിട്ടിയപ്പോൾ അതിലേക്ക് അരിയിട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ 2 മുളക് ചീന്തിയതും കുമ്പളങ്ങയും പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിരങ്ങൊക്കെ താളിക്കണ പോലെ തന്നെയാണിത്. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടുമ്പോൾ നമുക്ക് അതിലേക്കുള്ള ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് താളിച്ചിട്ട് ഒഴിച്ചും കൂടെ കൊടുത്താൽ സംഭവം സെറ്റായിട്ടാണ്. നല്ല അടിപൊളി കുമ്പളങ്ങ താളിച്ച കറി റെഡിയായി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടാക്കിയ പോപ്കോൺ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇന്ന് അനിയത്തിൻ്റെ നാത്തൂന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്ക് പോപ്കോൺ ഉണ്ടാക്കാനൊരു പൂതി. അപ്പോൾ വീണ്ടും അതേപോലെ തന്നെ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് സംഭവങ്ങളും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഓള് പിന്നെ എന്തൊക്കെ മുളക് പൊടി കുരുമുളക് പൊടി ഇത് രണ്ടും ചേർക്കൽ ഓൾക്ക് നിർബന്ധമാണ് കേട്ടോ. എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നും കൂടെ കളറാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് കുക്കറിലൊന്നല്ല ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊട്ടി പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. തെറിച്ച് പാത്രത്തിൽ പോകുന്നുണ്ട് കേട്ടോ, മൂടിയൊക്കെ തുറക്കുമ്പോക്കിന്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും വിതരണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി മുളക് പൊടീൻ്റെ പാത്രം എടുത്തതാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിൻ്റെ പാത്രം അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് അനിയത്തി. അതൊക്കെ വാരിയിട്ട് ഇനി പുറത്തേക്ക് കളയണം. നമുക്ക് പൊടിയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇന്ന് അതിലൊക്കെ കുപ്പിച്ചിലുണ്ടാവും. അങ്ങനെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഇതും കൂടെ ഒരു വിതറുമ്പോക്കിന് വേഗം പോയി എടുത്തു കേട്ടോ. ഇനി എരിവ് ഏറണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ കുടിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു ആപ്പിൾ ജ്യൂസും ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉച്ചക്ക് അപ്രതീക്ഷിതമായി കുറച്ച് ചോറ് കിട്ടിയത് കേട്ടോ, ബിരിയാണി. അങ്ങനെ അതും കയറ്റിയിട്ട് ഞങ്ങൾ നേരെ പോവാണ് വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലെത്തി ഇവിടെ കുറച്ച് അടിച്ച് വാരാനും തുറക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഐസുകുട്ടീൻ്റെ ഡ്രസ്സാണ് അതൊക്കെ. അങ്ങനെ അതൊക്കെ കൂടെ അങ്ങോട്ട് വാരി വിതറി എടുക്കണം. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അൽമാറയിലൊക്കെ ഒന്ന് തുറന്ന്, ഇത് നമ്മൾ പണ്ട് വാങ്ങിയ ശീലൻ്റെ അൽമാറയാണ് കേട്ടോ. ആ 2 പെട്ടിയിലും ഇതിലൊക്കെയാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിരുന്നത് ഞങ്ങളന്ന്. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. പൊടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലെ ഭാഗത്ത് ഞാൻ ഐസുകുട്ടീൻ്റെ പെൻസിൽ വെച്ചിരുന്നല്ലോ. നമ്മൾ പെൻസിലിൻ്റെ പെട്ടി വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ലേറ്റ് പെൻസിൽ ഉണ്ടല്ലോ, അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തൊക്കെ പൊടികൾ ഇട്ട് വെക്കല്ലോ, അങ്ങനെയുള്ള പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ആ പെട്ടിയായിന്ന് പോയതാണ്, കുറച്ച് പൊടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊക്കെ അതൊന്ന് തട്ടി നേരാക്കി. ഈ ഒരു ഡോർ എങ്ങനെ വെച്ചാലും നിൽക്കണില്ല കേട്ടോ, അത് ഇങ്ങോട്ട് തന്നെ അങ്ങനെ വരും. അങ്ങനെ തട്ടി നേരാക്കിയിട്ട് കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ഡ്രസ്സുകൾ മടക്കി ഒതുക്കി അങ്ങനെ വെക്കാണ് കേട്ടോ. കുറച്ചേ മടക്കി ഒതുക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി വണ്ടി വന്നു തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ വീഡിയോ എടുത്തതാണ്.
അങ്ങനെ അലമാര മൊത്തം ഞങ്ങൾ അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് വീട്ടിൽ പോയതാണ് കേട്ടോ മീനിനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ടാങ്കിൽ മീനിന് കൊടുത്തിട്ടുണ്ട് പുതിയത്. വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഒരു പനീൻ്റെ കോള് വരുന്ന പോലെയാണ് തോന്നിയിട്ട് വേഗം തന്നെ ഗുളിക എടുത്തിട്ട് കുടിച്ചു പനീൻ്റെ. അത് കഴിഞ്ഞിട്ട് പനിക്കൂർക്കൻ്റെ ഇല എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതും കുടിച്ചു, തുളസിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേതും അതുപോലെ നിങ്ങളൊക്കെ കണ്ട് ലൈക്ക് തന്നതിനും കമൻറ്റ് തന്നതിനൊക്കെ ഒരുപാട് നന്ദി. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ, അസ്സലാമു അലൈക്കും.